പിണറായി വിജയൻ ടു ബി ഓസ്റ്റഡ് ആസ് CM സൂൺ. ഇപ്പോൾ വടക്കേന്ത്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങളിലെല്ലാം ഇങ്ങനെ പിണറായി വിജയൻ ഉടൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താകും എന്നുള്ള വാർത്ത കഴിഞ്ഞ 2 ദിവസങ്ങളായി വരികയാണ്. ഇംഗ്ലീഷ് പത്രങ്ങളാണ് പൊതുവിൽ. വല്ല സാധ്യതയുണ്ടോ? പിണറായി പുറത്തേക്കാണോ? ഇല്ല, അത് വടക്കേ ഇന്ത്യൻ പത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഇവിടെയുള്ള റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവർ കൊടുക്കുന്നതും അവർ ഫയൽ ചെയ്യുന്നതുമായ വാർത്തകളാണ്. അപ്പോൾ തെക്കേ മൂലയ്ക്ക് പിണറായി വിജയൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവരുടെ ഒരു കറസ്പോണ്ടൻസ് റിപ്പോർട്ട് ഫയൽ ചെയ്താൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണില്ല, ഫ്രണ്ട് പേജിൽ താഴെയോ എവിടെയെങ്കിലുമൊക്കെ വരും. അത് അവർ വെരിഫൈ ചെയ്തിട്ട് അവരുടെ അഭിപ്രായമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെയുള്ള ആൾ അയച്ചു കൊടുത്തൊരു വാർത്ത. നമുക്കറിയാമല്ലോ പത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ. പക്ഷേ ഇവിടുത്തെ പത്രങ്ങളിൽ ഇവിടുത്തെ ലേഖകർ അങ്ങനെ എഴുതുന്നില്ല. ഇവിടുത്തെ പത്രങ്ങളിലും എഴുതുന്നുണ്ട്. പിണറായി വിജയൻ പുറത്തേക്ക് എന്നുള്ള സൂചനയിൽ വ്യക്തമായിട്ടങ്ങനെ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തോ, CPM അൺഹാപ്പി വിത്ത് ADGP റോ ബട്ട് വോണ്ട് ഡിസോൺ CM. CPM CMനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് ഇവിടുത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത്. ഇത് അവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടല്ലോ, ന്യൂ അല്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസ്, അതിൻ്റെ ഇവിടുത്തെ റിപ്പോർട്ടർ പിണറായി പുറത്തേക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് അടിച്ചാൽ കരയും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ വായിക്കുന്ന വായനക്കാർ നമ്മുടെ നാട്ടിലുള്ളവരും വായിക്കുന്നുണ്ട്. വല്ലാത്ത ആശങ്കയിലാണ്. എന്നോട് തന്നെ പലരും, ഈ വെറുതെ ആളുകളില്ല, കുറച്ച് വിവരവും ബോധവും ഒക്കെയുള്ള ലോകകാര്യങ്ങൾ അറിയുന്നവരൊക്കെ പിണറായി പുറത്തേക്കണ്ടല്ലേ, പിണറായി മാറും. അത് ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയല്ല, അങ്ങനെയാണ്, പൊതുവിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത് ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാധ്യമങ്ങൾ തട്ടിമുളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം പിണറായി ഇപ്പം തെറിക്കും എന്നുള്ളതാണ്. അതിന് കാരണം ഈ പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. കടത്തിൻ്റെ സമയത്ത് ആലോചിച്ച് നോക്കിയേ, പിണറായി ഇപ്പോൾ പോകും, ശിവശങ്കരനെ പിടിച്ചു, സ്വപ്ന ആരാണെന്ന് തിരിച്ചറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളമായിരുന്നു. അങ്ങനെ പോയില്ല എന്ന് മാത്രമല്ല, 2ാമത് അധികാരത്തിൽ വരികയും ചെയ്തു. ഈ ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഇങ്ങനെ വീശാറുണ്ട്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസമല്ലേ അന്ന് ഈ പറഞ്ഞതുപോലെ പാർട്ടി ഒറ്റക്കെട്ടായി പിണറായിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി ക്ഷണിച്ച് മലബാർ മേഖലയിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടി വിളിച്ചുകൊണ്ടുവന്ന ആളുകൾ മൈക്കായിട്ട് നിൽക്കുക. പാർട്ടി ഒറ്റക്കെട്ടൊന്നും ആയിരുന്നില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പാർട്ടിയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അകത്ത് പിന്നെ പുറത്താരും പറഞ്ഞു രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും പുറത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഒരേ ഒരു കമൻ്റാണ്. MV ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ തൃപ്തിയോടെയാണ് ഇത് പറയുന്നത്, അല്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അത് ADGPയുടെ സന്ദർശനത്തെക്കുറിച്ച്. ഇതാണ് ആകെ ഒരു സാധനം. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ, ഒരുപാട് ചർച്ച ചെയ്യപ്പെടാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യമേ പിണറായി വിജയനെ പോയി അൻവർ കാണുന്നു. അൻവർ ഒരു ബോഡി ലാംഗ്വേജൊക്കെ വല്ലാതെ പതറിയ ഒരു ശരീരഭാഷയാണ് അൻവറിൻ്റെ കണ്ടത്. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാതെ കയറിപ്പോയി. അപ്പോൾ എലിയെ പോലെയാണോ എന്നൊക്കെ ചോദ്യം വന്നു. പിറ്റേന്ന് അൻവർ ഗോവിന്ദനെ പോയി കാണുന്നു. ഗോവിന്ദനെ കണ്ടിറങ്ങിയിട്ട് അൻവർ അങ്ങ് വിരിഞ്ഞു വീണ്ടും. എലി അത്ര മോശം കാര്യമൊന്നും അല്ല എന്ന് പറയുന്നു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ല മുഖ്യമന്ത്രിയായത്, പാർട്ടിയാണ് ആക്കിയത്, പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ് ഇവരുടെ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? പിണറായിയുടെ അതും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പിണറായി അകത്തെ അവരുടെ യോഗത്തിൽ ചോദിച്ചു, ആരെ ഈ അൻവർ? നമുക്കാരാണ് ഈ അൻവർ? നമ്മളുടെ ബാക്കപ്പോടുകൂടി സ്വതന്ത്രനായിട്ട് മത്സരിച്ച ആൾ ഇതാണ്, കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആൾ, കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ. തെരഞ്ഞെടുപ്പിൽ ശരി, നമുക്ക് വിന്നബിലിറ്റി ഒരു ഘടകമാണല്ലോ, നമ്മൾ PV അൻവറിനെ നിർത്തി, അയാൾ ജയിച്ചു. ഇതിൽ കവിഞ്ഞിട്ട് CPMന് എന്ത് കാര്യമാണ് ഈ PV അൻവറിൻ്റെ പിന്നാലെ പോയിട്ട്? അയാളുടെ ബിസിനസ്, അയാൾ ആഫ്രിക്കയിൽ പോകുന്നു, ഇത് അത്ര ഒരു ക്ലീൻ ക്യാരക്ടറാണോ PV അൻവർ? പക്ഷേ ഈ അൻവറും ജലീലും ഒക്കെ പിണറായിക്കും പാർട്ടിക്കും ആരൊക്കെയോ ആയിരുന്നു. വിന്നബിലിറ്റി ആയിരുന്നു. കാരാട്ട് റസാക്ക് ഇവരൊക്കെ അവിടെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ അത്രയ്ക്കുള്ള പ്രാധാന്യമേ ഇവർക്കുള്ളൂ. ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് അൻവർ പബ്ലിക്കിൽ ആദ്യം പോയിട്ട് പിന്നെ പോയി പിണറായി വിജയനെ കണ്ടത്? ഈ ഒരു ചോദ്യത്തിന് മുമ്പിലാണ് അൻവർ തകർന്നു പോകുന്നത്. അൻവർ എലിയായിട്ട് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ. പിണറായി ഈ കടലാസ് കെട്ടൊക്കെ കൊണ്ടുവന്ന് പിണറായി പറയാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ,
താൻ ഈ പത്രസമ്മേളനം നടത്തേണ്ട കാര്യം എന്താ? എന്നെ വന്ന് കണ്ടിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ താൻ പത്രസമ്മേളനം തൻ്റെ പോയിൻ്റാണല്ലോ. എനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാനതെടുത്തിട്ട് ശശിക്ക് കൊടുക്കും, അതോടെ അതിൻ്റെ കഥ കഴിഞ്ഞു. ഇതാണല്ലോ തൻ്റെ പോയിൻ്റ്. ശരി, ആ പോയിൻ്റ് വകവെച്ചാൽ തന്നെ താൻ എന്നെ വന്ന് കണ്ട് ഈ കടലാസ് തരണ്ടേ? 2 ദിവസം വെയിറ്റ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. താൻ പത്രസമ്മേളനം നടത്തുന്നു, എനിക്ക് മനസ്സിലാവും. അല്ലോ സഖാവേ, അതിനകത്ത് എന്താണെന്നുള്ളത് ഇരിക്കട്ടെ, താൻ കാണിച്ചത് പ്രാഥമിക മര്യാദയാണോ? താൻ CPM MLA അല്ല, അതുകൊണ്ട് തനിക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മറവിൽ വല്ലാതെ ഷൈൻ ചെയ്താലുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം. താനെന്താ ഇത്ര വലിയ പാലിൽ കുളിച്ചവനാ? തൻ്റെ ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടാന്നാണ്. തൻ്റെ ഫയൽ ഞാൻ എടുക്കണോ അലമാരിയിൽ നിന്ന്? വെറുതെ വേണ്ടാത്ത പണി കാണിച്ചിട്ട് അപ്പോൾ എന്നാൽ പിന്നെ അത് തന്നേക്ക് വേണ്ട, തന്ന സാധനം ഇവിടെ ഇരിക്കട്ടെ, പൊക്കോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എനിക്ക് ഈ പിണറായി വിജയൻ്റെ വിശ്വരൂപം നിങ്ങൾ കണ്ടിട്ടില്ല. അത്യപൂർവം ചിലപ്പോൾ നിയമസഭയിലേക്ക് വീണാ വിജയൻ്റെ ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷോഭം കണ്ടിട്ടുണ്ടോ? അസാമാന്യമായിട്ട് പൊട്ടിത്തെറിക്കുന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. പുറമേ പുള്ളി ഇങ്ങനെ ഇപ്പോൾ പ്രായമായി ആ നടപ്പിൽ തന്നെ ചെറിയൊരു കൂനുമൊക്കെ ഉണ്ട്, അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനെ ചുമ്മാ അങ്ങോട്ട് അങ്ങ് തള്ളിക്കളയാമെന്ന് വിചാരിക്കരുത്. പാർട്ടിയിൽ വർഷത്രയായി പിണറായി വിജയൻ CPMൽ പാർട്ടി കൈപ്പിടിയിലാക്കിയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇത് പറഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാൾക്കെതിരെ ഏറ്റവും പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം RSS ബന്ധമാണ്. RSS തൊട്ടുകൂടാത്തവരാണ്. അവരെ കാണുകയോ ആ പ്രദേശത്തൂടെ നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ്. ഈ ഒരു ഇക്വേഷൻ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ധരിച്ചിട്ടാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. ആ ധാരണ പോലും ശരിയല്ല. ഞാൻ ഫസ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തത് CPM RSS ഗുഡ് റിലേഷൻസ് ആണ്. ഡീലല്ല, ഗുഡ് റിലേഷൻസ്, സൗഹൃദത്തിലാകണം. അതിന് ഒരു പോസിബിലിറ്റിയും കാണാഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത ഫോർമുല വെച്ച്, ഞാൻ ആരാ ഇതൊക്കെ വയ്ക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ആരും ആയിക്കോട്ടെ, നിസ്സാരനെ ആയിക്കോട്ടെ. അടുത്ത ഫോർമുല വെച്ചത് ഈ BJP മുസ്ലിം ലീഗ് കൂട്ടുകെട്ട്. ഇതൊക്കെ പൊളിറ്റിക്സിൽ പോസിബിളാണ്. ഒരൊറ്റ സ്ട്രോക്കിൽ CPM വിചാരിക്കുകയാണ്, ഓക്കെ സംഘപരിവാറുമായിട്ട് ചേരുന്നു, സോ വാട്ട്, ആകെ ഒരു തുരുത്തേ കയ്യിലുള്ളൂ, അത് സംരക്ഷിക്കാനായിട്ട് ആരുമായിട്ടും കൂട്ടുകൂടാം. ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവരിവരെ ശ്വാസം മുട്ടിക്കുന്നതല്ല, അത് ഇവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യം അത് ഇതൊക്കെ നിലത്തിട്ടത്. മാത്രമല്ല ഈ ഒരു പാറ്റേൺ, അത് സത്യമോ അസത്യമോ ആയിക്കോട്ടെ, ഈ ഒരു പാറ്റേൺ ഉണ്ട്. PV അൻവർ, KT ജലീൽ, കാരാട്ട് റസാഖ്, ഒരു മാപ്പിള കലാപം എന്ന് ഓൾറെഡി ഇതിനെ വിളിച്ച് കഴിഞ്ഞു ആൾക്കാർ. അതിൻ്റെ ഡേഞ്ചർ ആലോചിച്ച് നോക്കി. നമ്മളും അങ്ങനെ ഒരു ഉള്ള ഹിന്ദുക്കൾ കൂടി CPMനെ ഡെസർട്ട് ചെയ്യും. നമ്മളങ്ങനെ ഒരു ടോക്ക് ചെയ്തു, മാപ്പിള CPMൽ മാപ്പിള കേരളമെന്ന് പറഞ്ഞു. ഞാനത് ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എന്നോട് സംസാരിച്ചവരോട് തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ഒരു ഒരു സം സോർട്ട് ഓഫ് ബോംബാണ്. അത് നിങ്ങൾ കൺവിൻസ്ഡ് ആണോ അക്കാര്യത്തിൽ? 3 പേര് റിവോൾട്ട് ചെയ്ത് നിൽക്കുന്നു, ആ 3 പേര് മുസ്ലിങ്ങളാണ് എന്നുള്ള കാരണം കൊണ്ട് മാപ്പിള ലഹള എന്നതിനെ വിളിക്കാമോ? അപ്പോൾ എന്നോട് പറഞ്ഞ 2 പേരും പറഞ്ഞു ഒരു മാപ്പിള ലഹളയല്ല, അങ്ങനെ പ്രയോഗിച്ചെന്നേ ഉള്ളൂ. 3-മൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ബാക്കി 2 പേരും പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതിലുള്ള എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നങ്ങൾ ഒക്കെയാണ്. PV അൻവറിൻ്റെ വരുമാനം കുറഞ്ഞു എന്ന് ചിലരൊക്കെ പറയുന്നു. എനിക്കറിഞ്ഞൂടെ ഇവരുടെയൊക്കെ വരുമാനം. ആഫ്രിക്കയ്ക്ക് പോക്കെല്ലാം കുറഞ്ഞു. ആഫ്രിക്കയ്ക്ക് പോക്ക് കുറഞ്ഞു, അതാണ് അവരും ഒരു തെളിവായിട്ട് പറയുന്നത്. ആഫ്രിക്കയ്ക്ക് പോക്ക് കുറഞ്ഞു, അതുകൊണ്ട് വരുമാനം കുറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നു. അതിൽ ചവിട്ടിയത് ഈ ലിങ്ക് ഉണ്ടല്ലോ, ഈ ആഫ്രിക്കൻ ഓപ്പറേഷൻ എന്താ എന്ന് ഞാൻ അന്വേഷിച്ചു. ആഫ്രിക്കയിൽ സ്വർണ്ണഖനികളുണ്ട്. അപ്പോൾ അവിടെ പല സ്ഥലത്തും അരാജകത്വമാണ്, ഗുണ്ടകളാണ് വാഴുന്നത്. ഭരണകൂടം എന്ന് പറയുന്ന സാധനമില്ല. അതാണ് നമുക്ക് ഈ മെയിലൊക്കെ വരുന്നില്ലേ, അവിടുത്തെ ഒരു രാജാവ് ഓടിപ്പോയി അയാളുടെ സ്വർണം അതുപോലെ ഇരിക്കുന്നു, ഭൂമിയിൽ വിശ്വസ്തൻ ആകെ വടയാർ സുനിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സുനിലിനെ ഏൽപ്പിക്കാനാണ് തീരുമാനം, അതിനായിട്ടൊരു 36,000 രൂപ ബാങ്കിലിട്ട് കൊടുക്കണം, അപ്പോൾ അവർ പെട്ടി ചുമന്ന് ഇവിടെ എത്തിക്കും. ഇങ്ങനെയൊക്കെ മെയിൽ വരുന്ന ആഫ്രിക്കയെ ചൊല്ലിയാണ്, ഈ സ്ഥലങ്ങളെ ചൊല്ലിയാണ്. അപ്പോൾ അവിടെ സ്വർണ്ണഖനി ഈ കൊള്ളക്കാരുടെ കയ്യിലാണ്.
അപ്പോൾ അവിടെ പോയിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ റോസ് സ്വർണം അയിര് ദുബായിൽ കൊണ്ടുവരിക, ദുബായിൽ അത് റിഫൈൻ ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ കേരളത്തിലേക്ക് കടത്തുക. കേരളത്തിലേക്ക് കടത്തുന്നത് 50 ഗ്രാം ചെവിയിൽ, 100 ഗ്രാം വായിൽ, അവിടെ ഇവിടെയൊക്കെ ശരീരഭാഗങ്ങളിലൊക്കെ വെച്ച് കടത്തും. ഇതെന്നിട്ട് സമാഹരിക്കും. ഇപ്പോൾ കോഴിക്കോടിനടുത്തുള്ളൊരു സ്ഥലമല്ലേ കൊടുവള്ളി. കൊടുവള്ളി എന്ന അത് വലിയൊരു ടൗണൊന്നുമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. 65 സ്വർണ്ണക്കടകൾ കൊടുവള്ളി. ഇപ്പോൾ സുനിൽ പോയി നോക്കിയോ 5 സ്വർണ്ണക്കടയേ ഉള്ളൂ, 60 എണ്ണം പൂട്ടിപ്പോയി. ഈ വിഖ്യാതമായ സ്വർണ്ണക്കടത്തിന് തുറക്കുന്നു. സ്വർണ്ണക്കടത്ത് എവിടെ എത്തി എന്നൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ? ഇത് വാർത്തകൾ കൊടുക്കാത്തതുകൊണ്ടാണ്. സ്വർണ്ണക്കടത്തിൻ്റെ കസ്റ്റംസ് കേസ് കേരളത്തിൽ വിചാരണ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകത്തിൽ വിചാരണയ്ക്ക് പോയി. അത് കേരളം സമ്മതിക്കുന്നില്ല. കർണാടക ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. വിചാരണ കർണാടകത്തിൽ വേണമെന്ന് ED, അല്ല കേരളത്തിൽ തന്നെ മതി എന്ന് പറഞ്ഞ് കേരളം. ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, ഇവിടെയാണ് ക്രൈം നടന്നതെന്ന് അവർ പറയുന്നത്. കേരളത്തിൽ ഇത് നടക്കില്ല, കാരണം കേരളത്തിലെ അന്തരീക്ഷം മോശമാണ്. സത്യസന്ധമായ ഒരു വിചാരണയ്ക്ക് സാധ്യമല്ല. സാക്ഷികളെ ഭീഷണിപ്പെടുത്തും, മൊഴിയെടുക്കാൻ സമ്മതിക്കില്ല, ആകെ കൂടെ പ്രശ്നമാകും. EDയുടെ പുറത്ത് FIR ഇട്ട ആളാണ് പിണറായി വിജയൻ. എന്നിട്ട് അത് കോടതിയിൽ പോയി ക്വാഷ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് EDയുടെ പുറത്ത് ജുഡീഷ്യൽ അന്വേഷണം വെച്ചു പുള്ളി. ആ ജുഡീഷ്യൽ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇത്രയൊക്കെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞ് ഇവർ പറയും, EDയും കസ്റ്റംസും പറയും ഇവിടെ കേസ് നടക്കില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം ഇവിടെ വിചാരണ നടക്കില്ല. ഇതാണ് സ്വർണ്ണക്കടത്തിൻ്റെ സ്റ്റാറ്റസ്. പക്ഷേ അതിന് ശേഷം ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഡ്രാസ്റ്റിക്കലി അങ്ങ് കുറഞ്ഞു. അതിൻ്റെ വേവലാതിയാണ് ഈ പറഞ്ഞ പണക്കാരായ കുറച്ച് പേര് കാണിക്കുന്നത്. അപ്പോൾ മാപ്പിളലകളെയല്ല, സ്വർണ്ണലകളെയാണല്ലേ? സ്വർണ്ണലഹളയാണ് എന്നാണ് പ്രാഥമികമായ എൻ്റെ അറിവ്. മാപ്പിള ആംഗിളൊന്നും അതിനില്ല. 2-3 മാപ്പിള പേരുകൾ വന്നു എന്നേ ഉള്ളൂ. അത് ഇത് വന്നു കഴിയുമ്പോൾ ഇതിൽ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ പറയാം, 3 മുസ്ലിങ്ങളെ കാണുമ്പോൾ ഉടനെ പോപ്പുലർ ഫ്രണ്ട് വരുന്നു എന്ന് പറഞ്ഞ് ഭയക്കുക. 2 അമേരിക്ക കാണുമ്പോൾ ഇത് ഡീപ്പ് സ്റ്റേറ്റ് വരുന്നു. അയാൾ അവിടെ ഗതിയില്ലാതെ ഇവിടെ, കാരണം അവിടെ $5 ചായയ്ക്ക്, ഇവിടെ 10 രൂപ മതി. $5 ഇവിടെ 10 രൂപ ഇവിടെ. അപ്പോൾ സായിപ്പന്മാരിങ്ങനെ കാശ് ലാഭിക്കാനായിട്ട് 10 ദിവസം കേരളത്തിൽ കിടന്ന് കറങ്ങിയിട്ട് പോകും. ഉണ്ടംപൊരി 10 രൂപയ്ക്ക് കിട്ടും, ചായ 10 രൂപയ്ക്ക് കിട്ടും. പക്ഷേ അങ്ങനെ വരുന്ന സാഹിബ് അത് ഡീപ്പ് സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംശയിക്കും. ഇങ്ങനെ കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ പറഞ്ഞ കഥകളുണ്ട്. പക്ഷേ അതിനും ഒരു 5% നമ്മൾ അതിൻ്റെ അലവൻസ് കൊടുക്കണം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിലോ കേരളമാണ് സ്ഥലം, വെള്ളരിക്കപ്പെട്ടണമാണ്, എന്തും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരു 5% നമുക്ക് കൊടുത്ത് നിർത്താം. പറഞ്ഞതിൻ്റെ ചുരുക്കം, പിണറായിക്കൊരു മാറ്റം ഉണ്ടാവില്ല. പിണറായിക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടാവാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മാറുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പിണറായി വിജയനല്ല, അടുത്തൊരു ഹെൽത്തി ആയിട്ടുള്ള, ഫോർ ഹെൽത്ത് റീസൺസ് മനുഷ്യന് റിട്ടയർ ചെയ്യാമല്ലോ. 75 വയസ്സ് കഴിഞ്ഞു, അതും ഒരു കാരണം പറയാം. കാരണങ്ങൾ പറയാൻ നമുക്ക് ഒന്നാണ് 75 കഴിഞ്ഞാൽ പിന്നെ പൊസിഷൻസ് ഇരുന്നുകൂടാ എന്ന് പാർട്ടി 1921 ഭട്ടിണ്ട കോൺഗ്രസ്സിൽ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായം പറഞ്ഞ് അത് ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് വിരമിക്കുന്നു, അദ്ദേഹം ഈ പറഞ്ഞ പോലെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റുക ഒക്കെ ചെയ്യും. അതല്ലാതെ പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ അസാമാന്യമായ ഡാമേജ് ഈ പാർട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. പാർട്ടിയിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ആരോപണ സമയത്ത് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആരോപണം ശരിവയ്ക്കുന്നതാവും. ഇപ്പോൾ ഈ ADGPയുടെ ഒരു കേസല്ലേ ഉള്ളൂ. ADGP RSSനെ പോയി കണ്ടു. ഇതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? ഇതങ്ങോട്ടങ്ങ് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് അങ്ങ് ADGP എന്നുള്ള നിലയ്ക്ക് അങ്ങേര് പല മനുഷ്യരെയും കാണും, പലരെയും കാണും, ബിസിനസ്സുകാരെ കാണും, സകല രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാകും, അവരുടെ സെൻട്രൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധമുണ്ടാകും. ഇതൊക്കെ ഉണ്ടാവണമല്ലോ, അങ്ങനെയല്ലേ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല, വന്ന് ADGPയെ കണ്ടതുകൊണ്ട് തൃശ്ശൂർ തോറ്റുപോയി, അല്ലെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അതാണ് ഇതിൻ്റെ ചുരുക്കിൻ്റെ ഒരു വേറൊരു മൂലകാരണം. ഇത് അൺറിലേറ്റഡ് ആണ്. അതാണ്. അതെ, തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ഒരു വർഷം മുമ്പ് ദത്താത്രേയ ഹോസ്പിറ്റലും ADGPയും തമ്മിൽ ഗൂഢാലോചന നടത്തി. അതെ ഞാൻ തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ചുമ്മാ ഒരു കള്ളുകൂടിയം മതി നമ്മൾ പറഞ്ഞത്. കള്ളുകൂടിയം മാത്രമല്ല, ഈ തിരുനക്കര പൂരം കലക്കാറുണ്ട് പണ്ട്, ഇപ്പോഴൊന്നും നടക്കുകയൊന്നുമില്ല. തിരുനക്കര മൈതാനത്ത് കാളയുണ്ടല്ലോ, ഈ കാളയുടെ വാലിലൊരു മൊട്ടുസൂചി കുത്തുക, കാളയോട് തോടും.
പൂരത്തിന് നടക്കും കാള ഓടിക്കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? പൂരം കലങ്ങി. ഇത്രയും ആവശ്യമുള്ള ഒരു മുട്ടുസൂചി മതി പൂരം കലക്കാൻ. അതിന് UDGP ദത്താത്രേയ വസപ്പള്ളിയൊന്നും വരേണ്ട ഒരു കാര്യമില്ല. എല്ലാം കൂടെ അലമാക്കി ഒരു കാളയും ഒരു മുട്ടുസൂചിയും. കാള തൃശ്ശൂർ ഇല്ലാത്ത സാധനമൊന്നും അല്ലല്ലോ. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഈ പൊട്ടത്തലൊന്നും സീരിയസ് ആയിട്ടുള്ള പാർട്ടി മീറ്റിങ്ങിൽ ഇവർക്ക് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ആരെങ്കിലും CPM-ൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഈ സമയത്ത് ഇത് ചെയ്യരുത്, ചെയ്താൽ നമുക്ക് ദോഷമേ വരുള്ളൂ. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ, എന്ത് പാർട്ടി സമ്മേളനം, എത്ര സമ്മേളനം കഴിഞ്ഞു, ഇതിലൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ അത് ഇതൊക്കെ ഉന്നയിച്ചു. കാശ് കിട്ടിയവൻ്റെ നേർക്ക് കാശ് കിട്ടാത്തവൻ ഉന്നയിക്കുന്ന സാധനമാണ് ഈ ആരോപണം. എനിക്ക് കിട്ടിയത് തികഞ്ഞില്ല, അപ്പോൾ സുനിലിനെ ഞാൻ ചീത്ത പറയുന്നു. സംഭവം എന്താണെന്ന് അന്വേഷിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരണ്ടേ, കിട്ടാത്തവൻ്റെ കൊതി. ഇതാണ് എത്രയോ കാലമായിട്ട് CPM-നുള്ളിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴുവൻ കൊള്ള മുതൽ പങ്കുവെച്ച് തനിക്ക് കിട്ടിയ പങ്ക് കുറഞ്ഞുപോയി എന്നുള്ളവരുടെ പരാതിയാണ്. അല്ലാതെ ഇപ്പോൾ CPM നിറച്ച് മഹാത്മാഗാന്ധിയും അവരെല്ലാം അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നവരുമാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഏതായാലും TG പറയുന്നത് പിണറായി മാറ്റില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം അത് വലിയ അവിവേകമായി പോകും, പാർട്ടിയുടെ അടിവേര് തോണ്ടുന്ന സാധനമായി പോകും. പിണറായി മാറിയാൽ കേരളത്തിനോ പാർട്ടിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പാർട്ടിക്ക് കുഴപ്പമുണ്ടാകും. കേരളത്തിന് എന്ത് കുഴപ്പം? ഇനി എന്താ കുഴപ്പം ബാക്കി കേരളത്തിന്? ആകെ മുടിഞ്ഞ് പിച്ചച്ചട്ടിയിട്ട് നിൽക്കുന്ന കേരളത്തിന് ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. പാർട്ടിക്ക് അവരുടെ പ്രാമുഖ്യം നഷ്ടപ്പെടും. കേരളത്തിൽ 19 സീറ്റിൽ തോറ്റ് നിൽക്കുകയാണ് ലോക്സഭയിൽ. അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അതും കളഞ്ഞ് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കളഞ്ഞിട്ട് തുണിയും കോണവും ഇല്ലാതെ നടു റോഡിൽ നിൽക്കേണ്ട ഗതികേടാവും പാർട്ടി. അതാണ് അവരുടെ വിധിയെങ്കിൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല. പിണറായിയെ മാറ്റിയാൽ CPM ഇപ്പോഴത്തെ അവസ്ഥയിൽ മുടിഞ്ഞു പോകും. വേറൊരു നേതാവിൻ്റെ പേര് പറഞ്ഞ്, വേറൊരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ്, വെരി ഡിഫിക്കൽട്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി കൂടിയാണല്ലേ. ഒരുപാട് പാർട്ടികൾക്ക് ആ പ്രതിസന്ധിയുണ്ട്. CPI-യിൽ ഓൾറെഡി ആ പ്രതിസന്ധി, CPI-യിൽ നേതാവ് ആരാന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. അതെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒറ്റ നേതാവ് പാർട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ, കടന്നപ്പള്ളി പോയാൽ ആരെന്നുള്ള ചോദ്യത്തിന് ആരുമില്ല എന്നാണ് ഉത്തരം. അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു സാധനം. ഇതൊന്നും വിഷയമല്ല. കാരണം ഇവരുടെ 99 സീറ്റുണ്ട്. അതുകൊണ്ട് അവർക്ക് 3-4 പേര് ഇറങ്ങി പോയി കഴിഞ്ഞാലും കലാപം ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് വരാനും ഒന്നും ഭയപ്പെടാനില്ല. അപ്പോൾ പിണറായി മാറിയാൽ CPM മുടിയും. പിണറായി ഇരുന്നാലും CPM മുടിയും. കുറച്ച് താമസിക്കുമെന്നേ ഉള്ളൂ. പിണറായി മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചീട്ടുകൊട്ടാരം പോലെ മുടിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.